ഇവ കള്ളനാ ഇവൻ. അണ്ണാ ഇന്ന് എന്നതാണ് പരിപാടി? ഇന്ന് അണ്ണാ മറ്റേ പ്രോപ്പർട്ടി ഇപ്പോഴുണ്ടല്ലോ, നമുക്ക് പോണ്ടേ? അടിച്ച് തിരികെ കണ്ണാപ്പി. ഓർമ്മയുണ്ട് അച്ചായൻ? അയ്യോ ആലോചിപ്പിക്കല്ലോ എന്നെ കൊണ്ട് കണ്ണാപ്പി. അന്ന് അറിഞ്ഞത് അച്ചായ ഇടയ്ക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ശരിക്കും ഡാൻസ് കളിച്ചു. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഡാൻസ് കളിക്കണം എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. കണ്ണാപ്പി അതല്ല, മറ്റേ സാമാനത്തിൽ കയറിയത് ഓർമ്മയുണ്ടോ? മറ്റേ ഊഞ്ഞാലല്ലേ? എന്നാ അതൊന്നും അല്ല, സിപ്ലൈനിൽ കയറിയത് ഓർമ്മയുണ്ടോ? രഘുല് 4 വട്ടം ഊഞ്ഞാലൊരു നാടി എണ്ണ ഓർമ്മയുണ്ടോ? അയ്യോ എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാര്യങ്ങളൊന്നും അറിയാതെ കമന്റ് സെക്ഷനിൽ ഇരിക്കുന്ന 10,000 പേര് എന്തിനായിരുന്നു ചിരിക്കുന്നത്? ഒരാളേക്ക് ഇവർക്ക് അന്നത്തെ കാര്യം അത് പറയണ്ട. രഘുലിനവിടെ പഠിക്കുവാനായിരുന്നു ബ്രോ. ഇവിടെ കൂടുതൽ തുടങ്ങിയില്ലല്ലേ? തുടങ്ങിയിട്ടില്ല. തുടങ്ങാൻ പോടേ ഉള്ളു. എനിക്ക് അച്ചായന്റെ പക്കിയെല്ലാം കൂടെ ആലോചിക്കുമ്പോഴേ അങ്ങ് ചിരി വരും. കണ്ണൻ അല്ലെങ്കിൽ ഒരു ഫുണ്ടാണ് ഡാർക്ക് ഡി ഖത്തർ റിയൽ 10 സൂൺ 1 million ബ്രദർ അവളുടെ വെസികളെ ഷാർക്ക് ബ്രോ. താങ്ക് യു സോ മച്ച് $2 ബ്രോ. 1 million ഒക്കെ വലിയ മൈൽ സ്റ്റോൺ ആണ്. സത്യം എന്തിനാ ചിരിക്കുന്നതെന്ന് ഗൈസ് അതൊന്നും അല്ല ഞാൻ പറയാം. മറ്റേ സിപ്പ് ലൈൻ ഉണ്ടല്ലോ, സിപ്പ് ലൈൻ ഇല്ലേ, സിപ്പ് ലൈൻ. അതിനകത്ത് പോയി വലിഞ്ഞു കയറി ജീവിതം പോയി മനുഷ്യന്റെ. സത്യം പറയാലോ എടാ, നമ്മുടെ മൂന്നാർ പോകുന്ന വഴിക്ക് ഹൈറൈൻ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മറ്റേ MM മാണി മന്ത്രിയുടെ ഒക്കെ ബ്രദറിൻ്റെ. എൻ്റെ പൊന്നോ, അതിനകത്ത് പോയി കയറി ജീവിതം വെറുത്ത് കഴിച്ചു. എൻ്റെ അമ്മ എന്തൊരു സീനടെ അത്. താഴോട്ട് നോക്കിയാൽ മറ്റേ പാറയും വെള്ളവും മാത്രം. എൻ്റെ ആളിയെ ചത്ത് അതിനകത്ത് കയറി. കണ്ണാപ്പിയും ബോബോയും ഒക്കെ മറ്റേ കപ്പിൾസ് ചാടുന്ന പോലെ സ്പീഡിൽ പോകുന്നതാണോടാ? അയ്യോ ഇല്ല ബ്രോ, മനുഷ്യൻ ചത്തില്ലാണ്ടായിപ്പോ അതിനകത്ത് കയറി. സ്പീഡിൽ പോകുന്നതല്ലേ മറ്റേ? അതുപോലെ തന്നെ അവിടെ ഒരു പിഴച്ച സാധനം ഉണ്ട് വില്ലം ബ്രോ. മറ്റേ ആകാശത്ത് കൊണ്ടുപോയിട്ട് ഒരു ഡ്രോപ്പ് ചെയ്യും ഒരു സാധനത്തിനകത്ത് നിന്ന്. അതല്ല വില്ലം ബ്രോ, കോമഡി എന്താന്ന് പറയട്ടെ. അതായത് ഒരു 500 രൂപ എന്താണ് റേറ്റ്. 500 രൂപ കൊടുത്താൽ 2 വട്ടം അവരെ ഊഞ്ഞാലാട്ടും വലിയത്. അപ്പൊ നമ്മൾ 6 പേര് ഒരേ സമയത്ത് 3 പേർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാന് കണ്ണാപ്പി രഘുലും കൂടെ വലിഞ്ഞ അതിനകത്തങ്ങ് കയറി ഞങ്ങളെ ആകാശത്ത് കൊണ്ടുവന്ന് താഴോട്ട് വിടുന്ന കണ്ടപ്പോഴത്തേക്കിന് ബോബോയുടെ ബോധം പോയി ഓടിക്കുക. കാരണം അത് കയറി കഥ വളച്ച് $120 അടി മുകളില്. എന്നിട്ടേ ഇത് കണ്ടിട്ട് ബോബോയ് ഓടി വണ്ടിക്കകത്ത് കയറി കഥ അടച്ചു കേട്ടാ. ബോബോയ് ഒരു തരത്തിൽ വരത്തില്ല. അപ്പൊ ഇനി മൊത്തം 5 പേരായി നമ്മൾ 3 പേര് ഓൾറെഡി ഇതിനകത്ത് ഇരിക്കുന്നു. അപ്പൊ ഇനി 2 പേർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഊഞ്ഞാല് നിലത്തെത്തിയപ്പോ 3 പേരായിട്ട് വിടാൻ പറ്റത്തുള്ളത് പറഞ്ഞ് രഘുലിനെ അടുത്ത 2 റൗണ്ട് കൂടെ കൊണ്ടുപോയി. 4 റൗണ്ട് വീഡിയോ ഉണ്ട്, ഞാൻ അയച്ചു തരാം. ഞാൻ വീഡിയോ ഉണ്ട്, ഞാനത് കോപ്പി ചെയ്തിട്ട് കാണിക്കാം കേട്ടാ. മറ്റേ സീ പറഞ്ഞത് മറ്റേ ബ്രേക്ക് ഇല്ലാതെ അണ്ണം പോയത്. പോടാ ഇവിടുന്ന്. ഇത് കാണാത്ത ഇവര് വിചാരിക്കും നമ്മള് പൊട്ടമാരെ പോലെ ഇത് ചിരിക്കണം കേട്ടാ. അല്ലല്ലോ ആ ബ്രേക്കിന്റെ പറയണോ? അത് അണ്ണം പോയത്. എനിക്ക് ആലോചിച്ചിട്ട് ചിരിക്കാൻ പോയാ സീരിയസ് ആയിട്ട് ഞാൻ പറയണ കേട്ടാ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചിരി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഈ സിറ്റുവേഷൻ കണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അയ്യോ